ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്താണ് വഴറ്റാനായിട്ട് വെച്ചത്. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി നമുക്ക് മസാല എടുത്ത് വയ്ക്കാം. മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം, ഗരം മസാല, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ വീതമാണ് എടുത്തേക്കുന്നത്. നമുക്ക് മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മസാലയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉരുളക്കിഴങ്ങാണ്. ഒരു വലിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കിഴങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കിഴങ്ങിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ 2ാം പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കിഴങ്ങൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1ാം പാലും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറി അധികം തിളച്ചൊന്നും പോകാൻ പാടില്ല, പെട്ടെന്ന് തന്നെ വാങ്ങണം. നമുക്കതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രുചിക്ക് വേണ്ടിയിട്ട് അതിലേക്ക് അല്പം കറിവേപ്പില വിതറി കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിക്കോ പുട്ടിന് അപ്പത്തിന് ഇടിയപ്പത്തിന് എല്ലാത്തിനും കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.